മക്കളെ നാളെ എക്സാം ഒക്കെ അല്ലേ, എന്നാലും ഒരു ക്വസ്റ്റ്യൻ ആയാലും എടുത്തത് ക്വസ്റ്റ്യൻ ആയാലും വായിച്ചു നോക്കുക. നമ്മൾ ചോദിച്ചിരിക്കുന്നത് പാരലൽ കറണ്ട് അട്രാക്ട് ചെയ്യും, ആന്റി പാരലൽ കറണ്ട് റിപ്പൽ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കിയാലോ? ജസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ പാരലൽ കറണ്ട് എന്ന് പറയുമ്പോൾ ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കുവാണെങ്കിൽ അകത്തോട്ട് പോകുന്ന ക്രോസ് ഇടാം. ഈ ഒരു കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷൻ തന്നെ പോകുന്നത്, അതായത് പുറത്തോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അകത്തോട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സൗത്ത് പൊളാരിറ്റി ആണെങ്കിൽ പുറത്തോട്ട് പോകുന്ന നോർത്ത് പൊളാരിറ്റി ആണ്. നോർത്തും സൗത്ത് തമ്മിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ പാരലൽ കറണ്ട് അട്രാക്ട് ചെയ്യും. ഇനി ആന്റി പാരലൽ കറണ്ട് ആണെങ്കിലോ സ്വാഭാവികമായിട്ട് റിപ്പൾഷൻ ആയിരിക്കുമല്ലോ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്താ സംഭവിക്കുന്നത്. യെസ്, ഇവിടെ കറണ്ട് എങ്ങോട്ടേക്കാണ്? മുകളിലോട്ടാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടേക്കാണ്, ക്രോസ് ഇടാം. ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് നിങ്ങൾ നോക്കിയടാ, ഇങ്ങനെയാണ് പോകുന്നത്. ഇതും അകത്തോട്ട് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ഇത് സൗത്ത് ആണെങ്കിൽ ഇതും സൗത്ത് ആണ്. സൗത്തും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആന്റി പാരലൽ റിപ്പൽ ചെയ്യും, പാരലൽ കറണ്ട് എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കുക. സൂപ്പർ 6ൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.